ദാരിയത്തുസ്സലാത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതും കേൾക്കാൻ കഴിയുന്നതും ആ സത്യമാണ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അല്ലാഹുവേ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിപൂർണമായ സ്വലാത്തും സലാമും നീ സമർപ്പിക്കണേ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളാണ് ആ സ്വലാത്തിലൂടെ മഹാന്മാരായ ഔലിയാക്കൾ പഠിപ്പിക്കുന്നത്. അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമായി ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു. നബി തങ്ങൾ കാരണമായി വിഷമങ്ങൾ അകറ്റപ്പെടുന്നു. നബി തങ്ങൾ കാരണമായി പ്രയാസങ്ങളിൽ നിന്ന് മോചിതരാകുന്നു. ആ നിലക്ക് സ്ഥാനമുള്ള നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് ആ സ്വലാത്തിലൂടെ പഠിപ്പിക്കുന്നത്. ചരിത്രത്തിൽ നാം കണ്ടത് തന്നെയാണ്, ഇപ്പോൾ പറഞ്ഞ ഹദീസിൽ നമ്മൾ പഠിച്ചതുമാണ്. മഹാനായ അബൂ ഹുറൈറ തങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്രയാസം, മറവി എന്ന രോഗം, അതിൽ നിന്ന് മോചിതനാകാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമായി എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പരസ്യമായി ഒരു മൗലവി വിമർശിക്കുകയാണ്. ആരാണ് ആ വിമർശിക്കുന്ന മൗലവി എന്നറിയുമോ? AP അബ്ദുൽ ഖാദിർ മൗലവി എന്ന് പറയുന്ന ഇവരുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ആളെയും നിങ്ങൾക്ക് കാണാം. അയാള് പരിഹസിച്ചുകൊണ്ട് അതിന്റെ അർത്ഥം ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ രൂപത്തിൽ പറഞ്ഞ് ആ സ്വലാത്തിന്റെ പേര് തന്നെ നരകത്തിലേക്ക് കടക്കാവുന്ന സ്വലാത്ത് എന്നാണെന്ന് പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നാരിയ എന്ന് പറഞ്ഞൊരു സ്വലാത്തുണ്ടല്ലോ, എന്റെ സംഗതി തന്നെയല്ലേ. നരകത്തിൽ കടക്കണ സ്വലാത്ത് എന്നാണ് വേണമെങ്കിൽ അതിന് പറയാവുന്നൊരു അർത്ഥം. ഏതോ ഒരു ഇബ്രാഹിം നാസീനേറ്റം പറഞ്ഞൊരാളുണ്ടായിരുന്നു അത്രേ. അയാളുണ്ടാക്കിയ സലാത്താണ്. അപ്പൊ സലാത്ത് നാസിയാണ്. അതൊരാൾ എഴുതിയപ്പോൾ ഒരുത്തന്റെ സാറിന്റെ പുള്ളി പോയി, സലാത്ത് നാരിയെ. ആർക്കും ഒരു പൊറുതിയൊട്ടുമില്ല. സലാത്ത് നാരിയ എന്ന് പറഞ്ഞിട്ട് എവിടെ ഇത് പറഞ്ഞു? ആരുടെ സുന്നത്തായത് ഈ സലാത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? അത് വേറെ ആരെങ്കിലും പഠിപ്പിച്ചാണോ? അപ്പൊ ഞാൻ അവരോടും ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ സലാത്തിന് പോ, രണ്ടുമല്ല അങ്ങനെ കേട്ടെ. പക്ഷെ അവിടെ ഈ ബക്കറ്റ് നാരിയത്തു സ്വലാത്ത്, നരകത്തിൽ കടക്കാവുന്ന സ്വലാത്ത് എന്നാണ് വേണമെങ്കിൽ അതിന് കൊടുക്കാവുന്ന അർത്ഥം. അയാൾ പഠിച്ചിട്ടുണ്ട് നാറുൽ, നരകം എന്ന് അയാൾ പഠിച്ചിട്ടുണ്ട്. കാരണം ആ ചിന്തയുള്ളവർക്ക് അത് തന്നെയല്ലേ മനസ്സിലേക്ക് ഓടുക. നാറുൻ എന്ന് പറഞ്ഞാൽ തീ എന്നർത്ഥമില്ലേ അതിനിക്ക്? അതയാൾ കോടിയില്ല മനസ്സിലേക്ക്. മറിച്ച് അയാളുടെ മനസ്സിലേക്ക് വന്നതെന്താണ്? നരകത്തിൽ കടക്കാവുന്ന സ്വലാത്ത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള സൽക്കർമ്മമാണ്. നിങ്ങൾ ആലോചിക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ആ നേതാവിനോടുള്ള ആദരവെന്ന നിലക്കും ആ നേതാവിനിക്കുള്ള സ്ഥാനമെന്ന നിലക്കുമ്പോ സത്യവിശ്വാസികളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം ചൊല്ലണം എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുമ്പോൾ മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കാനുള്ള പ്രചോദനം പരിശുദ്ധ ഖുർആൻ നടത്തിയതാണോ? സ്വലാത്തുൻ നാരിയ. നാറ് എന്ന് പറഞ്ഞാൽ തീ എന്നാണല്ലോ. പക്ഷേ അയാൾ പഠിച്ചിട്ടുണ്ട് നരകം എന്ന് മാത്രമാണ് നാറ് എന്നത് എനിക്ക് അർത്ഥമുള്ളത്. ഖുർആനിൽ തന്നെ എത്ര സ്ഥലത്ത് തീ എന്ന് വന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ,
മഹാന്മാരായ സ്വാലിഹീങ്ങൾ അതിന് കൊടുത്ത അർത്ഥമാണ് നാരിയത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിൽ കടക്കുന്ന സ്വലാത്ത് എന്നല്ലേ അയാളുടെ മനസ്സിലോടിയത്. കാരണം റസൂലുള്ളാഹിനെ ഈഴ്ത്താനുള്ള ശ്രമമല്ലേ, അതിനുള്ള പ്രോത്സാഹനമല്ലേ, അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചതല്ലേ, ദുൽഖുവൈസിറത്തു തമീമിയുടെ പാരമ്പര്യമല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിന് ഈ അർത്ഥം കൊടുത്തത് തന്നെ എന്തർത്ഥത്തിലാണെന്നറിയുമോ? തീയുടെ സ്വഭാവമുള്ള സ്വലാത്ത് എന്നാണ് അതിന്റെ അർത്ഥം. എന്താ തീയുടെ സ്വഭാവം? തീയുടെ സ്വഭാവം കരിച്ചു കളയലാണ്. അഥവാ മനുഷ്യന്റെ സർവ്വപാപങ്ങളെയും കരിച്ചു കളയാൻ മാത്രം യോഗ്യതയുള്ള സ്വലാത്ത് എന്നാണ് ഈ സ്വലാത്തിന് അർത്ഥം കൊടുത്തത്. ആലങ്കാരിക ശാസ്ത്രം പഠിക്കാതെ, അറബി സാഹിത്യം പഠിക്കാതെ കടന്നുവരുന്ന ഈ മൗലവിമാരോട് പാവം ശാന്തം എന്ന് പറയുക എന്നല്ലാതെ മറ്റെന്ത് പറയാനുണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീ?